തൃശ്ശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. ശില്പ, മകൻ അക്ഷയ്ജിത്ത് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തതായിരിക്കാമെന്നാണ് ഇപ്പോൾ പ്രാഥമിക സംശയം. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു. പറയൂ സൂരജ്, കഷ്ടമായി പോയല്ലോ. അതെ, തീർത്തും സങ്കടകരമായ വാർത്തയാണ് ഈ അടാട്ട് നിന്ന് പുറത്തു വരുന്നത്. അടാട്ട് അമ്പലക്കാവിലാണ് അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. രാവിലെ ഇവർ താമസിച്ചിരുന്ന മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ഈ നാട്ടുകാർ വാതിൽ പൊളിച്ചകത്ത് കയറിയപ്പോഴാണ് ഇരുവരും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കുട്ടി കഴുത്തിൽ കയറിട്ട് മുറുക്കിയ നിലയിൽ ഈ കട്ടിലിൽ കിടക്കുകയാണ്. അമ്മ ഈ കയറിൽ തൂങ്ങിയ നിലയിലുമാണ് ഉള്ളത്. മൃതദേഹത്തിനരികിൽ, അതായത് അമ്മയുടെ തൂങ്ങിക്കിടക്കുന്നതിനരികിൽ ഒരു കസേര അടക്കമുണ്ട്. അതുകൊണ്ടാണ് ഒരു ആത്മഹത്യയാകാം എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുന്നത്. ഇന്നലെ ഈ ഭർത്താവ് ചെറിയ പനി മൂലം തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് മാറിക്കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. ശില്പയുടെ ഭർത്താവും അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അവർ വേറൊരു മുറിയിലുമായിരുന്നു താമസം. രാവിലെ ഈ വാതിൽ തുറക്കാതിരുന്നതിനെ തുടർന്ന് ഇവർക്ക് സംശയം തോന്നി. ജനലിലൂടെ നോക്കുന്ന സമയത്താണ് ഇങ്ങനെ ഈ തൂങ്ങിയ നിലയിൽ ഇവരെ കണ്ടെത്തുന്നത്. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടു കൂടി വാതിൽ പൊളിച്ച് അകത്ത് വ്യക്തമാക്കുന്നത്. എന്തായാലും പേരാമംഗലം പോലീസ് ഇപ്പോൾ അവിടെ എത്തി പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.